ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇത് സാറാണ്. അപ്പം എന്താണ് വലിയ രീതിയിൽ ചാടി മക്കളെ മുന്നിൽ വന്നിരുന്നത് ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇത് സാറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ അല്ല ഇത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മക്കളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തമ്പ് കണ്ടിട്ട് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പം ആ കാര്യം തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട ടൈം ആയിട്ടുണ്ട്. +2 പലരും ഇപ്പോഴും ഒരു തീരുമാനം പോലും എടുത്തിട്ടില്ല. ഓക്കെ, എന്ത് ചെയ്യണം, ഇനി എങ്ങനെ പഠിക്കണം, ഓക്കെ, പഠിച്ചു തുടങ്ങാനുള്ള ടൈം ആയിട്ടുണ്ടോ അതുപോലും ശ്രദ്ധിക്കാതെ പലരും ഇപ്പോഴും ഉണ്ട്. ഓക്കെ, മക്കൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ, മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, കാരണം +2 എന്ന് പറയുന്നത് നമ്മളെന്താണ് ഇതുവരെ വന്നതുപോലെയല്ല. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം 10th നമ്മൾ എത്രത്തോളം നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു പ്രഷർ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ടെൻഷൻ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്, മക്കൾക്ക് തന്നെ ഊഹിക്കാം. അതിൻ്റെ ഡബിളാണ് +2 എന്ന് പറയുന്ന കാര്യം. ഓക്കെ, ആ ഒരു റിസൾട്ട് വരുന്ന ആ ഒരു ടൈമിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതിൻ്റെ നമ്മൾ 10th നമ്മൾ ഫേസ് ചെയ്തതിൻ്റെ ഡബിളാണ് +2 എന്ന് പറയുന്ന സമയത്ത്. സോ അത് ആ ഡബിൾ ആവുന്നത് ചുമ്മാ ആ റിസൾട്ടിൻ്റെ കേസിൽ മാത്രമല്ല, നമുക്ക് അത്രത്തോളം ഈ വർഷം പഠിക്കാനും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റെഡി? ടൈമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് പോവും. ഇപ്പം തന്നെ മെയ് കഴിയാനായി. റെഡി? ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ ഓണം എക്സാം ആവും. ദെൻ നമ്മളിതാ ഡിസംബർ ആകുമ്പോഴത്തേക്ക് ക്രിസ്മസ് എക്സാം ആവും. പിന്നെ അത് കഴിഞ്ഞു. ഓക്കെ, ദെൻ അടുത്ത വർഷം എന്ന് പറയുന്നത് മക്കൾക്ക് ഒരു കാര്യത്തിനും ഒരു 5 മിനിറ്റ് പോലും മറ്റൊരു കാര്യത്തിനും സ്പെൻഡ് ചെയ്യാനുള്ള ടൈം മക്കൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം അടുത്ത വർഷം എന്ന് പറയുന്നത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണുള്ളതെന്ന് അറിയോ? പ്രാക്ടിക്കൽ എക്സാമുകൾ വരുന്നുണ്ട്. അതിൽ തന്നെ വൈവ, റെക്കോർഡ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരുപാട് നമ്മൾ നോക്കാറുണ്ട്. ഈ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത് പലരും സിമ്പിളായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. റെക്കോർഡൊക്കെ ജസ്റ്റ് മറ്റൊരാളിൽ നോക്കി എഴുതുക, അങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്തിലൂടെയാണ്? പ്രാക്ടിക്കൽ എക്സാമിലൂടെയാണ്. സോ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? പഠിക്കേണ്ടതുണ്ട്. ദെൻ നമുക്ക് മോഡൽ എക്സാമിൻ്റെ ടൈമാണ്. ഓക്കെ, മോഡൽ എക്സാം വരും. ഇത് നമ്മുടെ ആ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇതെല്ലാം വരുന്നത്. ദെൻ ഒരു മാർച്ച് ആകുന്ന സമയത്ത് നമുക്ക് ഇംപ്രൂവ്മെന്റ് എക്സാമും ദെൻ അതേപോലെ നമ്മളെ +2 പബ്ലിക് എക്സാമും കൂടെയാണ് വരുന്നത്. ഓക്കെ, അതായത് അടുത്ത വർഷം നമ്മൾ ജനുവരി മുതൽ മാർച്ച് വരെ നമുക്ക് മറ്റൊന്നിനും ടൈമില്ല. നോക്കുക, ഇത്രയും കാര്യങ്ങളാണ്. റെഡി? നോക്കുക, ഇംപ്രൂവ്മെന്റ് എക്സാം 3 സബ്ജക്റ്റുകൾക്ക് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പബ്ലിക് എക്സാമിന്റെ കൂടെയാണ്. റെഡി? ഇതൊക്കെ നമ്മൾ എന്താക്കേണ്ടതുണ്ട്? ജനുവരി ആകുമ്പോഴേക്കും നമ്മൾ പഠിച്ച് സെറ്റാക്കേണ്ടതുണ്ട്. ജനുവരി മുതൽ പബ്ലിക് എക്സാം കഴിയുന്ന ആ ഒരു ടൈം വരെ നമുക്ക് പഠിക്കാനല്ല ടൈമുള്ളത്. അത് പഠിക്കാനുള്ള ടൈമല്ല, പഠിച്ച കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ടൈം മാത്രമാണ്. ഓക്കെ, ജനുവരി മുതൽ മാർച്ച് എന്ന് പറയുന്ന ടൈം, പബ്ലിക് എക്സാം കഴിയുന്നത് വരെയുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത്. റെഡി? ഓക്കെ, ഇത് പലരും ശ്രദ്ധിക്കുന്നില്ല. നമുക്കാകെ ഒരു വർഷം അത്രയ്ക്കും പഠിക്കാനുള്ള കാര്യം ഈ ഇംപ്രൂവ്മെന്റ് എക്സാം 3 സബ്ജക്റ്റ് +1 മക്കൾ മറന്നുപോയ കാര്യങ്ങളാണ്. ഓക്കെ, അത് മക്കൾ തന്നെ സ്വയം വരും, എടുത്ത് പഠിക്കേണ്ടി വരും. അതിന് സെപ്പറേറ്റ് ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും മക്കൾക്ക് എവിടുന്നും കിട്ടാതെ വരുന്നു. റെഡി? അപ്പോൾ അത്രത്തോളം കോംപ്ലിക്കേഷനിലേക്കാണ് മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അത് മനസ്സിലാക്കുക. സോ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, എന്തുകൊണ്ട് ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, എന്തുകൊണ്ട് ഇപ്പോഴേ നമ്മൾ പഠിച്ച് തുടങ്ങണം. ഓക്കെ, ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ മെയിൻ ആയിട്ടുള്ള അക്കൗണ്ടൻസി ആയാലും ബിസിനസ് ആയാലും എക്കണോമിക്സ് ആയാലും അതിൽ ആദ്യത്തെ ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിലെത്തി. ഓക്കെ, ജോയിൻ ചെയ്ത മക്കൾ എല്ലാവരും ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, പുതിയ ചാപ്റ്റർ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴും ഉണ്ട് ഒരുപാട് ആളുകൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ നിൽക്കുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, മക്കൾ മനസ്സിലാക്കി വെക്കുക, നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ. ആ കുറച്ച് ടൈമിൽ നമുക്ക് അത്രത്തോളം +2 പഠിക്കാനുണ്ട്. +1 മക്കൾ എങ്ങനെ നടന്നു അല്ലെങ്കിൽ എങ്ങനെ പോയി, പഠിത്തം ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം പോലെയല്ല. അതൊക്കെ വിട്ടേക്കണം. +2 എന്ന് പറയുന്നത് മറ്റൊരു സെഷൻ തന്നെയാണ്, നന്നായിട്ട് പഠിക്കാനുള്ള സെഷൻ തന്നെയാണ്. ഓക്കെ, റെഡി? മെയ് കഴിഞ്ഞു.
ഓക്കെ, നമുക്കിതാ ഒരു ഓഗസ്റ്റ് ആകുമ്പോഴേക്കും എന്താണ് ഓണം എക്സാം എത്തിക്കഴിഞ്ഞു. റെഡി. പിന്നെ ഡിസംബർ ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഡിസംബറായി. പിന്നെ അടുത്ത വർഷം മറ്റൊന്നിലേക്കുമല്ല പബ്ലിക് എക്സാമുമായി. സോ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഒരു തീരുമാനമെടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ച് തുടങ്ങേണ്ടതുണ്ട്. ഓക്കെ, അത്രത്തോളം പഠിക്കാൻ ഉണ്ട് എന്നുള്ളത് ആദ്യം മക്കൾ മനസ്സിലാക്കി വെക്കുക. നമ്മളെ സെക്കൻഡ് ബാച്ച് നമ്മളിതാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുൻപാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ജ്വാല ബാച്ചിനെ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഏപ്രിൽ ലാസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ബാച്ച് ഓക്കെ, അതായത് ലേറ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ ആവുന്ന സമയത്ത് മക്കൾക്ക് എന്താണ് ആ ഒരു മിസ്സായി പോയ ക്ലാസ്സുകളെല്ലാം ആദ്യമേ ലഭിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഒരു തീരുമാനമെടുക്കുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക, പഠിച്ച് തുടങ്ങുക. ഓക്കെ, റെഡി. യെസ്, നമ്മൾ ഈ കോൺടാക്റ്റ് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. നമുക്ക് അത്രത്തോളം പഠിക്കേണ്ടതുണ്ട് മക്കളെ. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. റെഡി, ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് പറയേണ്ടത് സാറതാ ഈ പറഞ്ഞ കാര്യമാണ്. നമ്മളെ ഒരു വർഷം നമ്മൾ പോകേണ്ട റൂട്ട് മാപ്പാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അനുസൃതമായിട്ട് മോഡൽ എക്സാം, അതുപോലെ തന്നെ പബ്ലിക് എക്സാം, നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം, ഇതിനെല്ലാം സെറ്റ് ചെയ്ത് ഇതെല്ലാം കവർ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർഷത്തെ റൂട്ട് മാപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത്. റെഡി. ഓരോ എക്സാമിന് മുൻപ് ഓണം എക്സാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ അതിൻ്റെ സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് സെറ്റാക്കും. 1 മന്ത് മക്കൾക്ക് ഗ്യാപ്പ് ഉണ്ട് റിവൈസ് ചെയ്യാൻ. അതേപോലെ തന്നെയാണ് ക്രിസ്മസ് എക്സാമും. നോക്കുക, 1 മന്ത് ഗ്യാപ്പിൽ നമ്മൾ സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ക്രിസ്മസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. അതേപോലെയാണ് പബ്ലിക് എക്സാമിന്. മാർച്ചിന് മുൻപേ നമ്മൾ ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും നോക്കുക, നമ്മൾ കൃത്യമായിട്ട് എല്ലാം പഠിപ്പിച്ച് സെറ്റാക്കി തരും. നമുക്കിതാ അടുത്ത വർഷം, അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ആ 3 മാസം എന്ന് പറയുന്നത് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, ഈ കാര്യങ്ങൾ മക്കളോടൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ, യെസ്, പഠിച്ചു തുടങ്ങി പലരും. ഇപ്പോഴും പഠിക്കാത്തവർ പഠിച്ചു തുടങ്ങുക. റെഡി. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.